ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി പാൻ ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ചനാദാൽ ചേർത്തിട്ടുണ്ട്. ചനാദാലിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 5 ഉണക്കമുളകാണ് ചേർത്തത്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് ചേർക്കാവുന്നതാണ്. മുളകൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം പുളിയാണ് ചേർത്തത്. പുളി ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ചേർത്തത്. ഇനി തക്കാളി നല്ലതുപോലെ വഴന്ന് വരണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ചമ്മന്തി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനു വേണ്ടി 2 ടീസ്പൂൺ ഓയിൽ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഉണക്കമുളകും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിച്ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് എന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.